ാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് യൂസ് ചെയ്യണത് ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റുകൾ എഴുതുമ്പോൾ എങ്ങനെയൊക്കെ അതിനെ ഡിസ്പ്ലേ ചെയ്യണം, എന്ത് ഫോർമാറ്റിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ കാണിക്കാനാണ്. അതായത് ഇപ്പോൾ ബോൾഡ്, ഇറ്റാലിക്സ്, സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ടെക്സ്റ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ കാണിച്ചിരിക്കുന്ന ഇത്രയും ടാഗുകളുണ്ട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഓരോന്നും എന്താണെന്നും അതുപോലെ എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കണം, സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് ടാഗ് ബി ടാഗ്, ഐ ടാഗ്, യു ടാഗ്, എസ് ആൻഡ് സ്ട്രൈക്ക്, ബിഗ്, സ്മോള്, സ്ട്രോങ്, EM, സബ് ആൻഡ് സൂപ്പ്, പിന്നെ ബ്ലോക്ക് ഔട്ട് ആൻഡ് ക്യൂ. ഇത്രയും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് നമുക്കുണ്ട്. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. ബി ടാഗ് എന്ന് വെച്ചാൽ എന്താ? മേക്കിംഗ് ടെക്സ്റ്റ് ബോൾഡ്. നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബി ടാഗിൻ്റെ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ ബോൾഡ് ലെറ്ററിലായിരിക്കും കാണിക്കുക. അതായത് കുറച്ചുകൂടി തിക്കായിട്ടായിരിക്കും ആ ഒരു ലെറ്ററിനെ കാണിക്കുക. നെക്സ്റ്റ് ആണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത് ഇറ്റാലിക്സ് സ്റ്റൈലിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. പല വെബ് പേജുകളിലും ടെക്സ്റ്റുകൾ ഇതുപോലെ ചെരിച്ചെഴുതുന്ന പോലെ നമ്മൾ ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഇറ്റാലിക്സ് നേച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഐ ടാഗ് യൂസ് ചെയ്യുക. ടെക്സ്റ്റിനെ ഐ ടാഗിൻ്റെ ഉള്ളിൽ, അതായത് ഐയുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ആ ടെക്സ്റ്റ് ഇറ്റാലിക്സിലായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ആണ് യു ടാഗ്, അണ്ടർലൈനിങ് ദ ടെക്സ്റ്റ്. യു ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് എന്താണോ അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ് ആണ് എസ് ആൻഡ് സ്ട്രൈക്ക്. എസ്സും സ്ട്രൈക്കും സെയിം പർപ്പസിന് തന്നെയാണ് യൂസ് ചെയ്യണത്. സ്ട്രൈക്കിംഗ് ത്രൂ ദ ടെക്സ്റ്റ്, അതായത് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ട് അതിനെ സ്ട്രൈക്ക് മോഡിൽ ഇങ്ങനെ കാണിക്കാനായിട്ടാണ് എസ്സും സ്ട്രൈക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിം, രണ്ടും വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം പർപ്പസിന് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ബിഗ് ടാഗ്. ബിഗിൽ നമ്മൾ എഴുതുന്ന കണ്ടൻറ്റിനെ ബിഗ് സൈസായിട്ട് കാണിച്ചു തരും. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സ്മോളാണ്. സ്മോൾ ടാഗിൽ എഴുതുന്ന കണ്ടൻറ്റിനെ നോർമൽ ടെക്സ്റ്റിൻ്റെ ആ ഒരു സൈസിനേക്കാളും ചെറുതാക്കിയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. പിന്നെ അടുത്തതാണ് സ്ട്രോങ് ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റിനെ ബോൾഡാക്കി മാറ്റുക, മേക്കിംഗ് ടെക്സ്റ്റ് ബോൾഡ്. അപ്പോൾ സ്ട്രോങ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോങ്ങിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിൻ്റെ ഉള്ളിൽ എഴുതുന്ന ടെക്സ്റ്റിനെ ബോൾഡ് ലെറ്ററിൽ കാണിച്ചു തരുന്നു. അപ്പോൾ സ്ട്രോങ് ടാഗും ബി ടാഗും സിമിലർ പർപ്പസിന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രോങ്ങിനോട് സെയിം ആയിട്ട് വരുന്ന ടാഗ് ഏതാണ്, അല്ലെങ്കിൽ ബി ടാഗിനോട് സെയിം ആയിട്ട് വരുന്ന ടാഗ് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സ്ട്രോങ്ങും ബിയും സെയിം കാര്യമാണ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയും ടാഗുകൾ യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിൽ. അതിൽ സെൻറ്റർ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, പി ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്,